ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി റേഡിയോ സിനിമ ഒരുങ്ങുന്നു. കേരളത്തിലെ നമ്പർ 1 FM സ്റ്റേഷനായ ക്ലബ് എഫും ഏഷ്യാനെറ്റ് മൂവീസുമായി ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമായ ക്ലബ് എഫ് സിനിമാ കഥ സീസൺ 2 ഈ സിനിമ ഒരുങ്ങുന്നത്. മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 പിറന്നാൾ സമ്മാനമായി റേഡിയോ സിനിമ ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ലാലേട്ടൻ ഇനി ഏത് ജേണറിലുള്ള സിനിമയിൽ അഭിനയിച്ചു കാണാനാണ് നിങ്ങൾക്കിഷ്ടം എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ പ്രതികരിച്ചത് അതൊരു ഹൊറർ കോമഡി സിനിമയായിരിക്കണം എന്നതായിരുന്നു. അത്തരമൊരു കഥയ്ക്കായുള്ള അന്വേഷണമാണ് എയ്ഡൻ ദി AI സ്പിരിറ്റ് എന്ന സിനിമയായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി ക്ലബ് എഫ് സിനിമക്കഥയുടെ ക്യൂറേറ്ററായി. പിഷാരടി കഥയ്ക്ക് തുടക്കമിട്ടു. തുടർച്ചയായ 3 ദിവസങ്ങളിൽ പ്രേക്ഷകർ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പൂരിപ്പിക്കാൻ തുടങ്ങി. ക്ലബ് എഫ് ശ്രോതാക്കൾ ആർജകളോട് പറഞ്ഞ കഥകൾ വിലയിരുത്തിയ ശേഷം രമേഷ് പിഷാരടിയും ക്ലബ് എഫ് സംഘവും സിനിമാ കഥയ്ക്ക് രൂപമുണ്ടാക്കി. ആ സിനിമയുടെ ട്രെയിലർ ആനിമേഷൻ സിനിമാ രൂപത്തിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് വേദിയിൽ മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി ക്ലബ് എഫ് നൽകുകയും ചെയ്തു. ട്രെയിലർ കണ്ട ശേഷം മോഹൻലാൽ ഇതിലെ പ്രധാന കഥാപാത്രമായ ബസ് ഡ്രൈവർ രഘുത്തമൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ തയ്യാറാവുകയായിരുന്നു. സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മാതൃഭൂമി സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ് ഹെഡായ പ്രിയരാജ് ഗോവിന്ദരാജാണ്. മോഹൻലാലിനെ കൂടാതെ സുരേഷ് കൃഷ്ണ, സുധീർ കരമന, സുനിൽ സുഗത, രാജേഷ് ശർമ്മ, മഹേഷ് കുഞ്ഞുമോൻ എന്നിവരും ക്ലബ് എഫും റേഡിയോ ജോക്കികളും സഹപ്രവർത്തകരും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു. ശബ്ദങ്ങളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്ലബ് എഫും ഈ സിനിമ ഒരുക്കുന്നത്. സംഗീതം ജോജു സെബാസ്റ്റ്യൻ, മ്യൂസിക് പ്രോഗ്രാമിംഗ് അഭിജിത്ത് രവികുമാർ എന്നിവരും വിനീത് കുമാർ TN സൗണ്ട് ഡിസൈനിങ്ങും നിർവഹിച്ചിരിക്കുന്നു. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും മോഹൻലാൽ ഈ പുതിയ പരീക്ഷണ സിനിമാ സാധ്യതയ്ക്കൊപ്പം ചേരുകയായിരുന്നു. എറണാകുളം വിസ്മയ സ്റ്റുഡിയോയിൽ വെച്ചാണ് മോഹൻലാൽ റേഡിയോ സിനിമയ്ക്കായുള്ള റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത്. അണിദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മാധ്യമരംഗത്ത് ഇത്തരം പരീക്ഷണങ്ങൾ സിനിമാ മേഖലയിൽ പുത്തൻ സാധ്യതകളാണ് തുറക്കുന്നത്. ജൂലൈ 19 ക്ലബ് എഫ് റേഡിയോ സ്റ്റേഷനിലൂടെ സിനിമ റിലീസ് ചെയ്തു. സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.